ഹലോ ഗൈസ്, ഞാൻ എവിടേക്കാ പോകുന്നതെന്നല്ലേ? ദേ ഇപ്പം കാണാം കേട്ടോ. ദേ അവിടുന്ന് ഒരു വണ്ടി വരുന്നത് കണ്ടോ? മീനിന്റെ വണ്ടിയാണ് കേട്ടോ. ഒത്തിരി നാളായി ഞണ്ട് കൊണ്ടുവരുന്നു. ഞാൻ വാങ്ങിച്ചില്ല ചൂടായതുകൊണ്ട്. ചൂടത്ത് എനിക്ക് ഈ സംഭവം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഞണ്ടെന്നെ വാങ്ങിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞണ്ടുമായിട്ട് വന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഞണ്ട് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു അര കിലോ ഒരു 120 റുപ്യാണ് പറഞ്ഞത്. എന്നാലും ഒരു 3-4 ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ? ഞണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എനിക്ക് ക്രേസാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്ക് ഞണ്ട് ഭ്രാന്താണെന്ന്. അതുപോലെ തന്നെ ഞാനൊരു കത്രിക വാങ്ങിച്ചിട്ടുണ്ട് ട്ടോ. കണ്ടില്ലേ? അത് ഞാൻ ഉദ്ഘാടനം ഞണ്ട് മുറിച്ചിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഞണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞണ്ട് കഴിക്കുമ്പം ഏട്ടനെ വല്ലാതെ മിസ് ചെയ്യും. അപ്പം ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇഷ്ടപ്പെട്ട സാധനമാണ്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്താലും കഴിക്കാലോ. അപ്പം ഞണ്ട് ദേ അടുപ്പത്തായിട്ടോ. ഇന്ന് അതിന്റെ കൂടെ പുയ്യാപ്ല കട്ട്ല ഞങ്ങളങ്ങനെയാ പറയാ. കണ്ണൂക്കാരങ്ങനെയാ പറയാ. വേറെ നാട്ടിലിത് കിളിമീൻ എന്നൊക്കെ പറയും ട്ടോ. അപ്പം 3 മീനേ ഉള്ളൂ ട്ടോ. ഇന്നലെ എടുത്തതിന്റെ ബാക്കി മീനാണ്. അപ്പം അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പം നല്ല ചൂടല്ലേ? അപ്പം ഇടയ്ക്ക് അടുപ്പിന്റെ അടുത്തൊക്കെ നിന്നിട്ട് നല്ല ചൂടടിക്കുന്നു. അപ്പം ഇതുപോലൊരു റിഫ്രഷ്മെന്റ് ജ്യൂസാണ് കേട്ടോ. ഇത് നമ്മുടെ മാങ്ങാ ജ്യൂസാണേ. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കുകയായിരുന്നു. നല്ല സുഖമായിരുന്നു അത് ആ ഒരു ചൂടത്ത് കഴിക്കാൻ വേണ്ടിട്ടോ. അങ്ങനെ പിന്നെ വേഗം കുളിച്ച് മാറ്റി പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റി ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇന്ന് മാങ്ങ ഉപ്പിലിട്ട മാങ്ങയുണ്ട് കേട്ടോ. അതാണ് ഭയങ്കര സ്പെഷ്യല്. ഈ ചൂട് സമയത്തൊക്കെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ എന്തൊരു സുഖാണല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ട്ടോ.